ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. കോഓപ്പറേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള കോഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പേപ്പറിന്റെ മൊത്തം ടോപ്പിക്കുകൾ പല മോഡ്യൂളുകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2 ക്ലാസ്സുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു. ഒന്ന് കോഓപ്പറേഷനും അതിന്റെ ഫീച്ചേഴ്സ് ഓബ്ജക്റ്റീവ്സ് ആണ്. രണ്ടാമത്തത് എക്കണോമിക് സിസ്റ്റമാണ്. അപ്പൊ ഈ 2 വീഡിയോയും നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള ലൈവ് ക്ലാസ് ആയിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പൊ എന്താണ് ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? The word principle is derived from the Latin word principium, which means basis. Basis എന്നർത്ഥം വരുന്ന ലാറ്റിൻ വേർഡായ പ്രിൻസിപ്പിയം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന 4 സ്റ്റേജുകളിലൂടെയാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റോസ്ഡെയിൽ ഇക്വിറ്റബിൾ പൈനീസ് സൊസൈറ്റി ഫ്രെയിം ചെയ്ത 8 പ്രിൻസിപ്പിളാണ്. റോസ്ഡെയിൽ ഇക്വിറ്റബിൾ പൈനീസ് സൊസൈറ്റിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇംഗ്ലണ്ടിൽ ഡെവലപ്പ് ചെയ്ത ഒരു സൊസൈറ്റിയാണ്. ലോകത്തെ തന്നെ ആദ്യത്തെ സക്സസ്ഫുൾ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റോസ്ഡെയിൽ ഇക്വിറ്റബിൾ പൈനീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ സൊസൈറ്റി 1844 കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് 8 പ്രിൻസിപ്പിൾസ് ഫ്രെയിം ചെയ്തിരുന്നു. അത് ഏതൊക്കെയാണ് 8 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒന്ന്, ഓപ്പൺ മെമ്പർഷിപ്പ് മീൻസ് നമുക്കറിയാം അതിലേക്ക് മെമ്പേഴ്സിന് വരുന്നതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. 2, ഡെമോക്രാറ്റിക് കൺട്രോൾ, ജനാധിപത്യ വ്യവസ്ഥയിലാണ് അതിന്റെ കൺട്രോൾ. 3, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. 4, പാറ്റർനേജ് ഡിവിഡന്റ് അഥവാ ഡിസ്ട്രിബ്യൂട്ടഡ് ജസ്റ്റിസ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡന്റ്. 5ാമത്തെ കേസ് ക്യാഷ് ട്രേഡിംഗ്, ക്യാഷ് ബേസിലാണ് അവിടെ ട്രേഡിംഗ് എല്ലാം നടക്കുന്നത്. 6, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. 7, പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ പ്രൊമോഷൻ. 8, സെല്ലിംഗ് പ്യൂർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇങ്ങനെ 8 പ്രിൻസിപ്പിൾസ് ആണ് റോസ്ഡെയിൽ ഇക്വിറ്റബിൾ പൈനീസ് സൊസൈറ്റി 1844 ഫ്രെയിം ചെയ്തത്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, പാറ്റർനേജ് ഡിവിഡന്റ്, ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ദെൻ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യൂർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇങ്ങനെ 8 പ്രിൻസിപ്പിളായിരുന്നു. 1937 ഈ റോസ്ഡെയിൽ പ്രിൻസിപ്പിൾസിന് ICA ഒന്ന് ക്ലാസിഫൈ ചെയ്തു. അതായിരുന്നു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ ICA ക്ലാസിഫൈ ചെയ്തത് എസൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആൻഡ് നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്നാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 8 പ്രിൻസിപ്പിളില് ആദ്യത്തെ 5 പ്രിൻസിപ്പിൾസിന് എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ബാക്കിയുള്ളതിന് നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതില് ആദ്യത്തെ 5 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന എസൻഷ്യൽ പ്രിൻസിപ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാറ്റർനേജ് ഡിവിഡന്റ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. ഇത് 5നെയും നമ്മൾ എസൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നാണ് ICA എന്ത് ചെയ്തേക്കുന്നത്? ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള 3 പ്രിൻസിപ്പിളായ ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യൂർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ് ഇതിന് നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ 1937 ICA ഈ 8 പ്രിൻസിപ്പിൾസിന് എസൻഷ്യൽ ആൻഡ് നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. എസൻഷ്യൽ പ്രിൻസിപ്പിൾസ് 5 നോൺ എസൻഷ്യൽ പ്രിൻസിപ്പിൾസ് 3 ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കേസാണ്. തേർഡ് സ്റ്റേജില് ഈ പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ICA ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 5 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സിന്റെ ബേസിലാണ് UK, USA, അതുപോലെ USSR, ജർമ്മനി ആൻഡ് ഇന്ത്യ. അങ്ങനെ 5 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഈ പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തു. അങ്ങനെ റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് DG കാർവേയാണ് അതിന്റെ ചെയർമാനായിട്ട് എടുത്തേക്കുന്നത്. അത് ഇന്ത്യക്കാരനാണ് എന്ന് നമുക്കറിയാം. അപ്പൊ DG കാർവേയുടെ നേതൃത്വത്തിൽ ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തു. 1964 ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത്. അപ്പം 1964 ICA ഒരു കമ്മിറ്റിയെ ഫ്രെയിം ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ DG കാർവേയാണ്.
അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തു. അങ്ങനെ റീഫോർമുലേറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രിൻസിപ്പിളൂടെ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് 6 പ്രിൻസിപ്പിളായിട്ട് ഇതിനെ ചുരുക്കി. അതേതൊക്കെയാണ് ഡി ജി കാർവേയുടെ 6 പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഇവിടെ നമുക്കറിയാം, നേരത്തെ ഓപ്പൺ മെമ്പർഷിപ്പ് എന്നുള്ളതിന് ഇവിടെ ഒരു ചേഞ്ച് വരുത്തി ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. 2 ഡെമോക്രാറ്റിക് കൺട്രോൾ എന്നുള്ളത് മാറി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്നായി. അപ്പൊ ഇനി മൂന്നാമത്തെ സ്റ്റേജില് ICA ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഈ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസിനെ ഒന്ന് റീഫോർമുലേറ്റ് ചെയ്തു. അങ്ങനെ റീഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 5 രാജ്യങ്ങളിൽ നിന്ന് ഒരു റെപ്രസെന്റ് ചെയ്ത ഒരു കമ്മീഷനെ അവർ അപ്പോയിന്റ് ചെയ്തു ICA. ആ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് USA ഉണ്ട്, UK ഉണ്ട്, അതുപോലെ ജർമ്മനി ഉണ്ട്, ഇന്ത്യ ഉണ്ട്, UK ഉണ്ട്. അപ്പൊ ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്തുകൊണ്ട് ആ കമ്മിറ്റി ഈ പറഞ്ഞിരിക്കുന്ന എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ DG കാർവേയാണ്. അപ്പൊ DG കാർവേയുടെ നേതൃത്വത്തിൽ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് 5 പ്രിൻസിപ്പിളായി ചുരുക്കുകയും DG കാർവേയുടെ ഒരു പ്രിൻസിപ്പിളൂടെ ആഡ് ചെയ്ത് അങ്ങനെ മൂന്നാമത്തെ സ്റ്റേജിൽ 6 പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തു. അതേതൊക്കെയാണ് ഈ 6 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? 1 ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, 3 ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, 4 ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, 5 കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. 6ാമത്തെ പ്രിൻസിപ്പിൾ DG കാർവേയുടെ സ്വന്തം പ്രിൻസിപ്പിളാണ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഇതാണ് 3rd സ്റ്റേജിൽ വന്നേക്കുന്നത്. അങ്ങനെ 3rd സ്റ്റേജിൽ 1964 എന്ത് ചെയ്തേക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന റീഫോർമുലേറ്റ് ചെയ്തത്. അങ്ങനെ റീഫോർമുലേറ്റ് ചെയ്ത് 1966 DG കാർവേ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തില് ICA ഈ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ സ്റ്റേജില് 6 പ്രിൻസിപ്പിൾ ആണുള്ളത്. ആ 6 പ്രിൻസിപ്പിൾ ഇതാണ്: ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. ഇങ്ങനെ 6 പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞു 4ാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ICA വീണ്ടും എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു 1992. 1966 ഫ്രെയിം ചെയ്തേക്കുന്ന ഈ പ്രിൻസിപ്പിൾസിന് വീണ്ടും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ICA വീണ്ടും ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾ DG കാർവേയുടെ 6 പ്രിൻസിപ്പിൾസിനെ വീണ്ടും റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1992 ഇവാൻ മാക്പേഴ്സൺ, കാനഡയിൽ നിന്നുള്ള ഇവാൻ മാക്പേഴ്സനെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റി ഈ പ്രിൻസിപ്പിൾസിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും അതിനെ റിവൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റിവൈസ് ചെയ്തപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന 3rd സ്റ്റേജിൽ ഉണ്ടായിരുന്ന 6 പ്രിൻസിപ്പിളിന്റെ കൂടെ ഒരു മാക്പേഴ്സൺസിന്റെ ഒരു പ്രിൻസിപ്പിളൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് അത് 7 പ്രിൻസിപ്പിളായിട്ട് നിലവിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതാണ്: വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, 3 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ. വ്യത്യാസമുണ്ട് പ്രിൻസിപ്പിള്. അപ്പൊ ഒന്നാമത്തെ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, 2 ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, 3 മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, 4 ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, 5 എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. ദെൻ കാർവേയുടെ പ്രിൻസിപ്പിളായ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. 7ാമത്തെ പ്രിൻസിപ്പിള് മാക്പേഴ്സന്റെ പ്രിൻസിപ്പിളാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അങ്ങനെ 2 പുതിയ പ്രിൻസിപ്പിളൂടെ വന്നു: കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, അതുപോലെ DG കാർവേയുടെ കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ്. അങ്ങനെ മാക്പേഴ്സന്റെ നേതൃത്വത്തിൽ 1992 അപ്പോയിന്റ് ചെയ്ത ഈ കമ്മിറ്റി 1995 7 പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1995 മാഞ്ചസ്റ്ററിൽ നടന്ന കോൺഗ്രസിൽ വെച്ച് ഈ ICA ഈ പ്രിൻസിപ്പിൾസ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫൈനലി ICA ഈ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തത്, അക്സെപ്റ്റ് ചെയ്തത് 1995. അത് മാഞ്ചസ്റ്ററിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത 4 സ്റ്റേജുകളാണ്.
അത് 1844 ലണ്ടൻ കോൺഗ്രസിൽ വെച്ച് അക്സെപ്റ്റ് ചെയ്ത റോസ്റ്റൈൽ ഇക്വിറ്റബിൾ പയനിയേഴ്സ് സൊസൈറ്റിയുടെ പ്രിൻസിപ്പിൾ മുതൽ സെക്കൻഡ് സ്റ്റേജിൽ ഈ പ്രിൻസിപ്പിൾസിനെ ക്ലാസിഫൈ ചെയ്തു. തേർഡ് സ്റ്റേജിൽ ഇതിനെ റീഫോർമുലേറ്റ് ചെയ്തു. ഫോർത്ത് സ്റ്റേജിൽ ഇതിനെ വീണ്ടും റിവൈസ് ചെയ്തു. അങ്ങനെ 4 സ്റ്റേജുകളിലൂടെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് നിലവിൽ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 7 എണ്ണമാണുള്ളത്. ആ 7 പ്രിൻസിപ്പിളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, ദെൻ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോഓപ്പറേഷൻ എമംഗ് കോഓപ്പറേറ്റീവ്സ് ഇൻ ബാങ്ക് പേഴ്സന്റെ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ പല പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കേസാണ് നമ്മൾ DG കാർവയുടെ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ബാങ്ക് പേഴ്സന്റെ പ്രിൻസിപ്പിളും അതുപോലെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത ഈ 4 സ്റ്റേജുകളിലും കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഈ 4 സ്റ്റേജിലും കോമൺ ആയിട്ടുള്ള പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അങ്ങനെ ഈ 4 സ്റ്റേജുകളിലൂടെ കടന്നു വന്നാണ് ഇന്ന് നിലവിലുള്ള ഈ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഈ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 7 എണ്ണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് 3-4 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.